നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയെ തന്നെ തകർക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ. ക്യാമറയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ ഞെട്ടിയായിരുന്നു മലയാളികൾ ഉൾപ്പെടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച് കേട്ടതും അതിൽ നിന്നും പുറത്തു വന്ന ഓരോ കാര്യങ്ങളും അറിഞ്ഞതും. അതിനൊക്കെ പിന്നാലെ പലരും രംഗത്തെത്തിയിരുന്നു. മലയാള സിനിമയെ തകർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിന്നാലെ ലൈംഗികാരോപണ വിധേയരായി മാറിയ പ്രമുഖ താരങ്ങളുണ്ടായിരുന്നു. നടൻ മുകേഷ്, അതുപോലെ സിദ്ദിഖ്, ഇടവേള ബാബു, ജയസൂര്യ, നിവിൻ പോളി തുടങ്ങിയവരൊക്കെ ലൈംഗികാരോപണം നേരിട്ട പ്രമുഖർ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് യുവനടിയുടെ പരാതിയിന്മേൽ സിദ്ദിഖിനെതിരെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് കേസും വിവാദവുമായി മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് നടന്നിപ്പോൾ. ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് നടൻ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. ഗുരുതരമായ ആരോപണങ്ങളാണ് നടി സിദ്ദിഖിനെതിരെ നടത്തിയത്. +2 കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദ്ദിഖ് ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മാസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് 21 വയസ്സാണ്. അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത്. അയാൾ എന്നെ പൂട്ടിയിട്ടു. അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറഞ്ഞത്. കേസ് ഗൗരവമേറിയ ഒന്നായതുകൊണ്ട് തന്നെ നടിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അറസ്റ്റ് തടയാനുള്ള നീക്കങ്ങൾ സിദ്ദിഖ് ആരംഭിച്ചിരുന്നു. യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയപ്പോൾ അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ ഒരാഴ്ചയോളമാണ് നടൻ ഒളിവിലിരുന്നത്. എന്തായാലും സിദ്ദിഖിന്റെ ഒളിവ് ജീവിതം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ച് പൊതുജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മലയാള സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം താരത്തിന്റെ 62ാം പിറന്നാളായിരുന്നു. അന്ന് തന്നെയാണ് സിദ്ദിഖിന് പുറത്ത് ഇറങ്ങാനുള്ള അവസരമുണ്ടായതും. നടൻ കേസിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സിദ്ദിഖിന് പിറന്നാൾ ആശംസിച്ച് എത്തിയിരുന്നു. സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകനും യുവനടനുമായ ഷഹീനും ആശംസകൾ നേർന്നെത്തിയിരുന്നു. ഷഹീന്റെ പെൺകുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടാണ് മകൻ പിതാവിന് ആശംസകൾ നേർന്നത്. പിറന്നാൾ ആശംസകൾ വാപ്പച്ചി എന്നാണ് ഷഹീൻ കുറിച്ചത്. പേരക്കുട്ടിയെ കൈകളിൽ എടുത്തു കൊഞ്ചിക്കുന്ന സിദ്ദിഖിനെ ചിത്രങ്ങളിൽ കാണാം. ഇക്കഴിഞ്ഞ ജൂലൈ 27-നാണ് ഷഹീൻ തനിക്കും ഭാര്യ അമൃതാദാസിനും പെൺകുഞ്ഞ് പിറന്ന വിവരം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. ദുവാ ഷഹീൻ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത്. സിദ്ദിഖിന്റെ മൂത്ത മകൻ സാപ്പിയുടെ അകാല വേർപാടിന്റെ വേദനയിലായിരുന്ന കുടുംബത്തിന് സാന്ത്വനവുമായാണ് കുടുംബത്തിലേക്ക് പുതിയ അതിഥി വന്നത്. സിദ്ദിഖിന്റെ കുടുംബത്തിൽ പിറക്കുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണ് ഷഹീന്റെ മകൾ. 2 കുഞ്ഞിക്കാലുകളാൽ ഞങ്ങളുടെ വീട് അല്പം കൂടി വളർന്നിരിക്കുന്നു. ദുവാ ഷഹീൻ എന്ന മകളുടെ വരവോടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മകളുടെ കാലിൽ വിവാഹമോതിരങ്ങൾ അണിയിച്ചുകൊണ്ടുള്ള ചിത്രം പങ്കിട്ട് കുഞ്ഞു പിറന്ന വിവരം അമൃത അറിയിച്ചത്. വാപ്പച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ കമന്റ് ബോക്സും ഷഹീൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. 2022 മാർച്ചിലായിരുന്നു ഷഹീന്റെയും ഡോക്ടറായ അമൃതയുടെയും വിവാഹം. ഇരുവരും 2 മതത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ മതപരമായ രീതിയിൽ വലിയ ചടങ്ങുകൾ ഇല്ലാതെയായിരുന്നു വിവാഹം നടന്നത്. ഏറെ വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഷഹീനും അമൃതയും ഒന്നായത്. ഒരു മകൾ കൂടി സിദ്ദിഖിനുണ്ട്. അടുത്തിടെയാണ് സിദ്ദിഖിന്റെ മൂത്ത മകനായ സാപ്പി എന്ന വിളിപ്പേരുള്ള റാഷൻ അന്തരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു റാഷിന്റെ അന്ത്യം. ഭിന്നശേഷിക്കാരനായ മകന്റെ മരണം സിദ്ദിഖിനും കുടുംബത്തിനും വലിയ വേദനയാണ് സമ്മാനിച്ചത്. സലീം അഹമ്മദ് ചിത്രം പത്തേമാരിയിലൂടെയാണ് പിതാവിന്റെ വഴിയെ ഷഹീൻ അഭിനയ രംഗത്തെത്തുന്നത്. കസബ, ടേക്ക് ഓഫ്, ഒരു കുട്ടനാടൻ ബ്ലോഗ്, അതുപോലെ വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. 35-കാരനായ താരത്തിന്റെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ മൈക്കിൾ ഫാത്തിമയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.